അമേരിക്ക ട്രേഡ് ഡീല്, അതേപോലെ തന്നെ നരേന്ദ്രമോദിയെ പറ്റി ഇന്ത്യയിലൊരു നരേറ്റീവ് ഉണ്ടാക്കിയെടുത്തു. ഇതുമായിട്ടനുബന്ധിച്ച് പല ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ സാറ്റലൈറ്റ് മീഡിയയിലും പ്രിൻ്റ് മീഡിയയിലൊക്കെ ആ നരേറ്റീവ് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്തു. അപ്പം ഞാൻ മോദിയെ ക്രിട്ടിസൈസ് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഒന്ന് മോദി അതാണ്, മോദി ഇതാണ്, മോദി സറണ്ടർ ചെയ്യത്തില്ല, നരേന്ദ്രാണ്, കുന്തമാണ്, കൊടച്ചക്രമാണ്. അന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, മോദി എവിടെ സറണ്ടർ ചെയ്യത്തില്ല, പക്ഷേ അമേരിക്കയുടെ മുമ്പിൽ സറണ്ടർ ചെയ്യും. അപ്പം ആൾക്കാർക്കത് വിശ്വാസം വരുന്നില്ല. ഇപ്പോൾ ഓരോ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു തീരുമാനമെടുത്തു, ഇനി മുതൽ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങത്തില്ല. കംപ്ലീറ്റ് സറണ്ടർ ചെയ്തു. അതിനെ മോണിറ്റർ ചെയ്യാൻ അമേരിക്ക ഒരു 3 അംഗ കമ്മിറ്റിയെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫർദർ തീരുമാനം, ആ കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് മാർക്കോ റൂബിയോ അമേരിക്കൻ ഫോറിൻ സെക്രട്ടറിക്ക് തീരുമാനമെടുക്കാം. അതായത് ഇന്ത്യ കള്ളനെ പോലെ ഇങ്ങനെ നോക്കി വെച്ചുകൊണ്ടിരിക്കും. ഇന്ത്യ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിയാൽ പണിഷ്യം, പ്യൂണിറ്റീവ് ടാരിഫ് ഏർപ്പെടുത്തും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആരാ കീഴടക്കിയത്? ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം അമേരിക്കയുടെ അടിമയാണോ? ചരിത്രത്തിലാദ്യമായിട്ട് നമ്മൾ ഈ വലിയ ഡെവലപ്ഡ് വലിയ രാജ്യമൊന്നുമല്ല, പക്ഷെ നമ്മൾ എവിടെ കീഴടങ്ങി കൊടുത്തിട്ടില്ല. പക്ഷെ അതും നമ്മൾ മോദി നയിക്കുന്ന ഇന്ത്യ അമേരിക്കയുടെ മുമ്പിൽ കംപ്ലീറ്റ് സറണ്ടർ ചെയ്തു. അതാണ് തമാശയെന്ന് പറയുന്നത്. അപ്പം അത് കണ്ടിട്ട് ഇവിടെ ഹിന്ദുത്വയാണ് ജയിച്ചത് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയും, ഇങ്ങനൊന്നും ഒരു രാജ്യം സറണ്ടർ ചെയ്യരുത്. അങ്ങനെ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ അവർ ബുൾഡോസ് ചെയ്യും. എൻ്റെ താല്പര്യമെന്ന് പറയുന്നത് ഈ റഷ്യ ഉക്രൈൻ വാറ് നിൽക്കണം. വാറിൻ്റെ മൂർധന്യാവസ്ഥയിൽ നമ്മൾ ഈ അമേരിക്ക പറഞ്ഞ് ഓയിൽ വാങ്ങി അത് കഴിഞ്ഞ് ഫർദർ കണ്ടിന്യൂ ചെയ്ത് ഏറ്റവും ഡിസ്കൗണ്ടഡ് റേറ്റിൽ ഓയിൽ തന്ന് നമുക്ക് ഇന്ത്യയിൽ, അതിനുശേഷം അമേരിക്കൻ ടാരിഫ് വരുന്നു, പ്യൂണിറ്റീവ് ടാരിഫ് വരുന്നു. റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിൽ സന്ദർശിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി എയർപോർട്ടിൽ പോയി കെട്ടിപ്പിടിക്കുന്നു, കാറയിലിരിക്കുന്നു, സെൽഫി എടുക്കുന്നു. അന്ന് ഞാൻ പറഞ്ഞു ഒരു പുല്ലും നടക്കാൻ പോകുന്നില്ല. അന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു, അമേരിക്കയെ ഭയന്നിട്ട് റഷ്യയിൽ നിന്ന് ഒരു ആയുധങ്ങളോ ഒരു എയർക്രാഫ്റ്റോ ഇന്ത്യ വാങ്ങില്ല എന്ന് പറഞ്ഞു. അന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിട്ടില്ല. കാരണം ശരിക്കും ഇന്ത്യയുമായി ബന്ധപ്പെട്ട അമേരിക്കൻ ജിയോ പൊളിറ്റിക്സ് പഠിച്ചാൽ ഇത് കൃത്യമായിട്ട് വ്യക്തമാണ്. അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ, അതായത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ മാറ്റി നിർത്താൻ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് കഴിയില്ല. ഇന്ത്യക്ക് മറ്റുള്ള പല രാജ്യത്തെയും മാറ്റി നിർത്താം, പക്ഷെ അമേരിക്കയെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. അത് ജിയോ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ആണ് അതിൻ്റെ കാരണം. പക്ഷേ മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ ഇതേപോലെ ഇന്ത്യ ആര് ഭരിച്ചിരുന്ന സമയത്തും ഇതേപോലെ സറണ്ടർ ആയിട്ടില്ല. അതേപോലെയാണ് സറണ്ടർ ആയിരിക്കുന്നത്. അപ്പം അമേരിക്ക പറയുന്നു പ്യൂണിറ്റീവ് ടാരിഫ് വീണ്ടും ഏർപ്പെടുത്തും. ചൈന വാങ്ങുന്നില്ല, വാങ്ങുന്നുണ്ട്. ചൈന അമേരിക്ക ഒന്നും ഈ ഡീലില്ല. ഡീലുണ്ട്, ട്രേഡ് ഡീലുണ്ട്, ഇന്ത്യയെക്കാളും കൂടിയ ഡീലാണ്. അമേരിക്കൻ മാർക്കറ്റ് ചൈനയ്ക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചൈന അമേരിക്കൻ പ്രോഡക്റ്റ് ചൈനീസ് മാർക്കറ്റിൽ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൈനയ്ക്ക് വാങ്ങാം, പക്ഷെ ചൈനയെ മോണിറ്റർ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യക്ക് ഇന്ന് ചൈനയും പേടിയാണ്. അമേരിക്ക വല്ലാത്ത ഗെയിം കളിക്കുമെന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അവരുമായിട്ട് വലിയ അടുപ്പത്തിന് ഒരു ലോഹ്യത്തിനങ്ങ് പോകണം. പക്ഷെ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ വരാനുള്ള സമയത്ത് ഇതിൻ്റെ പ്രതിഫലനം എന്ന് പറയുന്നത് വല്ലാത്ത രീതിയിൽ ഇന്ത്യയെ ബാധിക്കും, തീർച്ചയായിട്ടും ബാധിക്കും. അതാണ് ജിയോ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ്. ഈ പറയുന്ന മന്ത്രിമാർക്കൊന്നും വലിയ സ്വാധീനമൊന്നുമില്ല മോദി മന്ത്രിസഭയിൽ. അതിൽ ഒരാൾ മോദി തീരുമാനമെടുക്കുന്നു, മറ്റുള്ളവർ ഫോളോ ചെയ്തോണം, അത്ര മാത്രമേ ഉള്ളൂ. റഷ്യൻ ഓയിൽ വിഷയത്തിൽ മനസ്സിലാക്കുക, 2025 ഏകദേശം ഇന്ത്യക്ക് ഫോറിൻ കറൻസി, അതായത് ഡോളർ ഇനത്തിൽ $72 ബില്യൺ റഷ്യൻ ഓയിൽ ഇന്ത്യയിൽ കൊണ്ടുവന്ന് പ്യൂരിഫൈ ചെയ്ത്
വിദേശ രാജ്യങ്ങളിലോട്ട് വിറ്റപ്പോൾ കിട്ടിയത്, അതായത് ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് 72 ബില്യൺ ഇന്ത്യ പണം ഉണ്ടാക്കി, ഫോറിൻ കറൻസി ഉണ്ടാക്കി. അതും ഏറ്റവും ചീപ്പായിട്ട് ഓയിൽ അവർ തരികയും ചെയ്തു. കൃത്യമായിട്ട് പറയാം, ഈ വ്ളാദിമിർ പുടിനാണെങ്കിൽ ഇത് ഇന്ത്യ കാണിച്ച ഒരു ആൾക്കാരെ കാണിക്കുന്നൊരു ഷാഡോ ആണ് ചെയ്തിരിക്കുന്നത്. അന്നും ഞാൻ നിങ്ങളോട് പല വീഡിയോയിൽ പറഞ്ഞു, റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വരുന്ന അമേരിക്കയെ കൺവിൻസ് ചെയ്ത ശേഷമാണ് ഇൻവിറ്റേഷൻ എല്ലാം കൊടുത്ത് അയാളെ വിളിക്കുന്നത്. അല്ലാതെ ബാക്കിയെല്ലാം നരേറ്റീവ്സ് ഉണ്ടാക്കിയേക്കുകയാണ്. അമേരിക്ക പറയും ഈ സന്ദർഭത്തിൽ റഷ്യൻ പ്രസിഡന്റിനെ വിളിക്കരുതെന്ന് പറഞ്ഞാൽ വിളിക്കത്തുമില്ല. സിമ്പിളാണ് ഈ കാര്യം. ഇതിനെ മറ്റുള്ള രീതിയിൽ നറേറ്റീവ്സായിട്ടും നരേന്ദ്രമോദി സറണ്ടർ ചെയ്യത്തില്ല, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അമേരിക്കയുടെ മുമ്പിൽ സറണ്ടർ ചെയ്യത്തില്ല. ഇതൊക്കെ പറയുന്നത് ബേസിക്കലി ഇതിനെപ്പറ്റി ഡെപ്ത് ഇല്ലാത്തവരാണ് പറയുന്നത്. അതിൻ്റെ വളരെയധികം കാരണങ്ങളുണ്ട്. ഇന്ത്യക്ക് അമേരിക്കയുടെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പല കാര്യങ്ങളുണ്ട്. റഷ്യ ഉക്രൈൻ വാറിൻ്റെ അകത്ത് റഷ്യൻ എക്യുപ്മെൻറ്റ്സ് കംപ്ലീറ്റ് ഫെയിലിയറായിപ്പോയി. പിന്നെ അടുത്ത ആറേന്ന് ഈ പറയുന്ന സപ്പോർട്ടും എക്യുപ്മെൻസും കിട്ടും. പ്രധാനപ്പെട്ട കാരണമാണ് അത് ഇന്ത്യയിൽ ഇതുണ്ടാക്കാൻ നമ്മുടെ ഈ ക്രിട്ടിക്കൽ ടെക്നോളജി ഇല്ല. ഈ സാധനങ്ങളെല്ലാം അമേരിക്കൻ അലയൻസ് പാർട്ട്നേഴ്സും നാറ്റോ രാജ്യങ്ങളിൽ നിന്ന് തന്നെ വാങ്ങണം. അതൊരു ഘടകം തന്നെയാണ്. നമ്മൾ പാകിസ്ഥാനുമായിട്ട് റിഫ്റ്റും കോൺഫ്ലിക്റ്റും അതേപോലെ ചൈനയുമായിട്ടും ബംഗ്ലാദേശുമായിട്ടൊക്കെ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ആരാണ് ഇതിന് മീഡിയേറ്റ് ചെയ്യാൻ വരുന്നത്? ഇതൊക്കെ ചുമ്മാ അടിച്ചു വിടുന്ന ഓരോ കഥകൾ. അമേരിക്കയെ കൊണ്ട് തന്നെ മീഡിയേറ്റ് ചെയ്യിപ്പിക്കണം. അതാണ് ഇതിൻ്റെ അടുത്ത ഒരു വശവും അതിന് മറുവശവും ഉണ്ട്. ബിഹൈൻഡ് ദ സീൻ എന്ന് പറയുന്നത്, അതായത് പാകിസ്ഥാനെ ഒതുക്കി നിർത്തണം, ചൈനയെ ഒതുക്കി നിർത്തണം, ബംഗ്ലാദേശിനെ പറഞ്ഞ് വിരട്ടണം. ഇന്ത്യയൊന്നും പറഞ്ഞാൽ ഈ രാജ്യങ്ങൾ വിരളുകയോ പേടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. കൃത്യമായിട്ട് പറയാം. എന്തുകൊണ്ടാണ് ചൈന വലിയ രാജ്യമാണ്, എന്തുകൊണ്ടാണ് അമേരിക്ക പറയുന്ന പല കാര്യങ്ങളും കേൾക്കുന്നത്? അവർക്കത് കേട്ടേ മതിയാവത്തുള്ളൂ. ഈ ഇസ്രായേലാണെങ്കിൽ ഇറാനിലും ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ ഇതേപോലെ ബോംബ് ചെയ്യുന്നു. അവരെ എന്താണ് ഈ പറയുന്ന റഷ്യയാണെങ്കിലും ചൈനയാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളും ക്വസ്റ്റ്യൻ ചെയ്യാത്തത്? അവർക്ക് അമേരിക്കയെ പേടിയുക. കാരണം അമേരിക്ക ചുറ്റിനും നിർത്തിയാണ് ചെയ്യിപ്പിക്കുന്നത്. അതാ പറഞ്ഞത്, കുറച്ച് ഡെപ്തായിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഇന്ത്യക്ക് വളരെ കൃത്യമായിട്ട് പിടികിട്ടി ഓപ്പറേഷൻ സിന്ദൂർ. അതായത് അമേരിക്കയുടെ സപ്പോർട്ട് വേണം, ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. ചെയ്തു കഴിഞ്ഞാൽ ഗ്ലോബലായിട്ട് ഐസൊലേറ്റഡായി പോകും, നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനും പറ്റത്തില്ല എന്നറിയാം. ഈ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ വെറും ഒരു മാക്രിയ. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അയാൾ ഈ പറയുന്ന വിടുവാത്തരം പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അയാളെ കൊണ്ട് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റത്തൊന്നുമില്ല. ഈ ഫ്രാൻസ് എവിടെയാണ് നിങ്ങളുടെ ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിരിക്കുന്ന കഴിഞ്ഞ ഈ അടുത്ത കാലത്തോ 10, 25, 30 വർഷമായിട്ട് ഏത് ഗ്ലോബൽ കോൺഫ്ലിക്റ്റാണ് അവർ സോർട്ട് ചെയ്തിരിക്കുന്നത്, റിസൾട്ട് ഉണ്ടാക്കി? അവരെ കൊണ്ട് പറ്റത്തില്ല. ബ്രിട്ടനെ കൊണ്ട് പറ്റുമോ? പറ്റില്ല. ഗ്ലോബലായിട്ട് ഏത് രാജ്യത്തെ കൊണ്ടൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും? ഇവിടൊക്കെ അമേരിക്കയുടെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് അവരെ ഗ്ലോബൽ പോലീസും തന്നെ വിളിക്കുന്നത്. അത് ഞാൻ അമേരിക്കൻ പാഷനേറ്റോ അങ്ങനെ ആയതുകൊണ്ടല്ല. അവരുടെ കയ്യിലാണ് ഈ ഗെയിം മുഴുകിയിരിക്കുന്നത്. അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സിനെ പിണക്കാൻ പറ്റത്തില്ല. പിണങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് പോകും. അതുകൊണ്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു കൊടുത്തത്, അതായത് അഗ്രികൾച്ചർ മാർക്കറ്റ് ഉൾപ്പെടെ. എന്തുകൊണ്ടാണ് ഇന്ത്യൻ മന്ത്രിമാർക്ക് സ്റ്റേബിളായിട്ട് ഓരോ കാര്യം പറയാൻ പറ്റാത്തത്? ജയശങ്കറിനോട് ചോദിക്കുക, റഷ്യൻ ഓയിലിൻ്റെ കാര്യത്തെപ്പറ്റി ചോദിക്കുക. അദ്ദേഹം പറയുന്ന കൊമേഴ്സ് മിനിസ്റ്ററോട് ചോദിക്കുക. ഇന്ത്യയുടെ കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയലിനോട് ചോദിക്കുക, എന്താണ് റഷ്യൻ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് പ്രസിഡന്റ് ട്രംപ് ഡയറക്റ്റായിട്ട് നമുക്ക് പൊട്ടൻഷ്യൽ ത്രെട്ട് തന്നിരിക്കുന്നു, ഇതിനെപ്പറ്റി ചോദിക്കുക. പറയും അത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററോട് ചോദിക്കുക. കാരണം ഡെലിബറേറ്റ് ആയിട്ട് അറിയാം ഇവർക്കിത് പറയാൻ പറ്റില്ല. കാരണം സറണ്ടേഡാണ് ഡീല്. നിങ്ങൾ ഓരോ ഇഷ്യൂ നോക്ക്, ഈ പറഞ്ഞ ട്രേഡ് ഡീലുമായിട്ട് ഓരോ ഇഷ്യൂ നോക്ക്. എന്തൊക്കെയാണ് കേരളത്തിലെ യൂട്യൂബ് ചാനൽ പറഞ്ഞത്? അതായത് മോദി ഈ ഡീല് വൈകിപ്പിക്കുന്നു, ഇന്ത്യക്ക് അനുകൂലമാക്കുന്നു,
ഡോവൽ പോയി മാർക്ക് റുബിയോ വിരട്ടുന്നു. അതായത് ഇന്ത്യക്ക് ഈ ഡീലിനോട് താല്പര്യമില്ല. അവസാനം പിടികിട്ടിയ ഇന്ത്യയാണ് ഈ ഡീൽ ഇന്ത്യക്ക് വേണം. അതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഈ രാജ്യങ്ങളെക്കാൾ ഇന്ത്യക്ക് ആവശ്യം ഈ ഡീലാണ്. ഈ അമേരിക്കൻ ട്രേഡ് ഡീലിന് ശേഷമല്ലേ ഇന്ത്യക്കാരൊക്കെ അറിയുന്നത് പല രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് ഡീലുണ്ടായിരുന്നുവെന്ന്. അതൊക്കെ ചെറിയ ഈ ഡീലൊക്കെ പണ്ടും ഇന്ത്യക്കുണ്ട്. അതിനൊന്നും നമ്മൾ തുറന്നു കൊടുത്തിട്ടില്ലായിരുന്നു. ഇത് US പ്രഷർ വന്നു കഴിഞ്ഞപ്പോൾ യൂറോപ്പിനും ഡീൽ തുറന്നു കൊടുത്തു. ന്യൂസിലാൻഡിൻ്റെ ആപ്പിൾ 0 ടാരിഫിൽ ഇന്ത്യയിലോട്ട് വരിക. പിന്നാട് ഇന്ത്യൻ ആപ്പിൾ കർഷകരപ്പോൾ എന്തു ചെയ്യും? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഈ ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും ഒക്കെ അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം. അവിടെ ഒന്നും ആപ്പിൾ വീടുകളുടെ ചുറ്റും ഇങ്ങനെ നിൽക്കുക. കൃഷിയുണ്ട്, അല്ലാത്തതുകൊണ്ട്. ഇതൊക്കെ പറക്കാൻ പോകാൻ വേണ്ടി ഒരാളെ ജോലിക്ക് നിർത്താൻ വലിയ പാടാ. വലിയ ശമ്പളം കൊടുക്കേണ്ടി വരും, വലിയ നഷ്ടമാകും. അത് പറക്കിയെടുത്ത് കൂടുതലാക്കി ഇത് ഇന്ത്യയിലോട്ട് അയക്കുക. അപ്പോൾ അതിന് ഇന്ത്യക്ക് അറിയുന്ന പണം. അപ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആപ്പിൾ എന്ത് ചെയ്യും? ഇതൊക്കെ പല ചോദ്യങ്ങളുണ്ട്. വരാനുള്ള ദിവസമൊക്കെ ഇതിനെപ്പറ്റി കാണാൻ പോകുന്ന പൂരങ്ങളാ. ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്? എന്തിനാണ് ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടർ ഓപ്പൺ ചെയ്തു കൊടുത്തത്? ഇതിനൊന്നും ഉത്തരം പറയുന്നത് വളരെ സെൻസിറ്റീവായ സെക്ടർ ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടില്ല. പക്ഷേ ഇൻഡയറക്റ്റായിട്ട് ഈ സെക്ടറെല്ലാം ഓപ്പൺ ചെയ്ത് കൊടുത്തേക്കുക. അതാണ് ഇതിൻ്റെ ഏറ്റവും മറ്റൊരു പദം. വശവുമുണ്ട്, മറുവശവുമുണ്ട്. അതിൻ്റെ പിന്നാമ്പുറമുണ്ട്, അതിൻ്റെ ബാക്ക് ഡോറും ഉണ്ട്. ഈ രീതിയിലാണ് ഈ ഡീൽ നടത്തിയിരിക്കുന്നത്. അതായത് ഈ റഷ്യൻ ഓയിലിൻ്റെ കാര്യത്തിലും, അതായത് റഷ്യൻ പ്രസിഡന്റിനെ കെട്ടിപ്പിടിച്ച കാര്യത്തിലും, മറ്റുള്ളവരോട് കാണിച്ച ചൈനയിൽ പോയി കെട്ടിപ്പിടിച്ച കാര്യത്തിലും, അതായത് കാണിച്ചത് മുഴുവനും ഡ്രാമയായിരുന്നു. അവസാനം അൾട്ടിമേറ്റ്ലി ഒരു കാര്യം പ്രൂവ് ചെയ്തു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മോദി നയിക്കുന്ന BJP ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ എല്ലാ താല്പര്യങ്ങളും സറണ്ടർ ചെയ്തു. ഇന്ത്യയുടെ ഒരു നയമുണ്ട്. നമ്മളിപ്പോൾ എക്സ്ട്രീം പാർട്ടായിട്ട് യുദ്ധങ്ങളോ ഈ സംഭവങ്ങളൊന്നും ഏർപ്പെടുന്ന രാജ്യമൊന്നുമല്ല. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ഒരു പോക്കനുസരിച്ച് നമ്മൾ പൂർണ്ണമായിട്ടും അമേരിക്കൻ അലയൻസ് പാർട്ട്ണർ റോളിലോട്ട് പോയിക്കോണം. അതാണ് ട്രംപ് കൊടുത്തിരിക്കുന്ന വാണിംഗ്. ഞാൻ എൻ്റെ കൂടെ നിൽക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അടുത്ത ടാരിഫ് എടുത്ത് കഴിച്ച് കയ്യിൽ തരും. മോദിയോടും പറഞ്ഞു, വിശ്വഗുരു, അതേപോലെ താങ്കൾ വിശ്വഗുരുവാണ്, കൂടെ നിന്നാൽ മാത്രമാണ് ഗുരു, അല്ലെങ്കിൽ താങ്കൾ കുരുവാണ്. ഇത് കൃത്യമായിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ പറയുന്ന റഷ്യൻ ക്രൂഡിൻ്റെയും മറ്റു പല കാര്യങ്ങളിലും പൂർണ്ണമായിട്ടും നിശബ്ദത പാലിക്കുന്നത്. അതനുസരിച്ച് തന്നെയാണ് റഷ്യൻ ക്രൂഡിൻ്റെ ഓർഡർ ഏപ്രിൽ മുതൽ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി. ഞാനിത് പറഞ്ഞതുപോലെ സംഭവിച്ചു. കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും മോദി ഗവൺമെൻറ്റിനും അമേരിക്ക പേടിയല്ല, ഭയമാണ്. ശരിക്കും ഭയമാണ്. ആ ഭയത്തിൻ്റെ കാരണം അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഗ്രോത്ത് ഉണ്ടാകാൻ പോകുന്നില്ല, മുന്നോട്ട് പോകാനുള്ള. കാരണം സോവറിനായ ഒരു സ്റ്റേറ്റ്, ആ പദവി ഈ ഒരു ഭരണത്തോടുകൂടി, മോദി ഭരണത്തോടുകൂടി ഇന്ത്യക്ക് പൂർണ്ണമായി നഷ്ടമാകുന്നു എന്ന കാര്യം ഞാൻ അടിവരയിട്ട് പറയാം.